everyone. So ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ക്രിസ്മസിനെ കുറിച്ചാണ്. സോ ഇത് സ്പീക്കിങ്ങിന് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ വൊക്കാബുലറീസ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഏതായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ അതിൻ്റെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വൊക്കാബുലറീസ് ആയിരിക്കും ഇന്ന്. ഐഡിയാസ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഐഡിയാസും പഠിച്ചു പോകാം. ഓക്കെ, ക്രിസ്മസ് ഈസ് ട്രഡീഷണലി എ ടൈം ഓഫ് സെലിബ്രേഷൻ and gift giving, both in the UK and also in many places all over the world. Traditionally a time of celebration and gift giving. Okay, both in the UK or both in the India and also in many places all around the world or all over the world. Okay, but Christmas is not the same everywhere, and there are some traditions which are common in India but not in other cultures. There are some traditions which are so common. Okay, Christmas is connected in people's mind with winter tradition. So മെയിൻലി ഇത് വിൻ്ററിൽ സംഭവിക്കുന്നുണ്ട്. ആ ഒരു ട്രഡീഷൻ കണക്ട് ചെയ്യുന്നത് എപ്പോഴും വിൻ്ററുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും അവർ സെലിബ്രേഷൻസിനൊക്കെ ഫോക്കസ് കൊടുക്കുന്നത്. സോ ക്രിസ്മസ് ഈസ് കണക്റ്റഡ് ഇൻ പീപ്പിൾസ് പീപ്പിൾസ് മൈൻഡ് വിത്ത് വിൻ്റർ ട്രഡീഷൻ. സോ മച്ച് ഓഫ് ദ ഇമേജറി ആൻഡ് മെനി ഓഫ് ദ മനസ്സിലുള്ള ഐഡിയ ഇമേജറി, മച്ച് ഓഫ് ദ ഇമേജറി ആൻഡ് മെനി ഓഫ് ദ കസ്റ്റംസ് വിച്ച് ആർ ഫോളോഡ് ഓവർ ക്രിസ്മസ് are related to the fact that it is the winter. So customs and traditions are connected in people's mind with winter tradition are followed or Christmas are related. Either we can say connected അല്ലെങ്കിൽ related to the fact that it is a Christmas, it is a winter season. Okay, now എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി? So lights and colors are very important during this season. Okay, during this season people like to fill their houses with brightly colored decorations and light. Fill their houses with brightly colored decorations and lights, which help to make the dark winter seem brighter and warmer. So which help to make the dark winter brighter and warmer. See, which make the dark winter seem brighter and warmer. So in Christmas tree ne kurichana. So it is common to bring a small tree. So it could be either a real or artificial one. A small tree, real, or it could be real or artificial one, into the house and cover it with small presents for children. So we use cover it with small presents for children and colored balls or figures. And this tree often becomes the centerpiece in people's living rooms over the Christmas holiday. So ക്രിസ്മസ് ട്രീ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു നമ്മൾ പറയുമ്പോൾ എപ്പോഴും ക്രിസ്മസ് ട്രീ ഇൻക്ലൂഡ് ചെയ്യാം, നല്ലൊരു ഐഡിയ ആണ്. സോ ഇറ്റ്സ് എ സ്മോൾ ട്രീ, അതൊരിക്കൽ പൈൻ ട്രീ ആണ്. റിയൽ ഓർ ആർട്ടിഫിഷ്യൽ വൺ യൂസ് ചെയ്യും. ഈ പൈൻ ട്രീയുടെ ടോപ്പിൽ അങ്ങനെ ഒരു ഏഞ്ചലിക് ഫിഗർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഫിഗറൊക്കെ ഉണ്ടാവും ഏറ്റവും ടോപ്പിൽ, ഏറ്റവും ആ കോണിൽ ഓക്കെ. അതിനെ ട്രീ ടോപ്പ് എന്ന് പറയും. ഓക്കെ, അത് ഇപ്പം കുറച്ചൊരു അതുപോലെ തന്നെ ഈ ഫ്ലോറിൽ, അതായത് നിലത്തോട് ചേർന്നായിട്ട് തന്നെ ട്രീ സ്കേർട്ട് എന്ന് പറയും. ട്രീ സ്കേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേർട്ടും കൂടെ ഒരു തുണിയും കൂടെ വെച്ചിട്ടാണ് അത് ഈ ട്രീ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, കാരണം ഇപ്പം ഒറിജിനൽ ട്രീസ് ഒക്കെ ആണെങ്കിൽ അവിടെ പൈൻ്റെ ആ നീഡിൽസൊക്കെ ഫോൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ട്രീ സ്കേർട്ടും കൂടെ വിരിച്ചിട്ടാണ് അതിലാണ് നമ്മൾ ഈ ട്രീസിനെ സറൗണ്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അണ്ടർനീത്ത് ദ ട്രീ ആണ് നമ്മൾ പ്രസൻസും എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ട്രീസ് എപ്പോഴും നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഓർണമെന്റ്സ് അല്ലെങ്കിൽ കളേർഡ് ബോൾസ്, ഫിഗേഴ്സ്, ക്യാൻഡി കെയിൻസ്, ഓക്കെ, ടിൻസിൽസ്, ബലൂൺസ്, ഫെസ്റ്റൂൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വൊക്കാബുലറീസ് പഠിച്ചു വെക്കുക. ഓക്കെ, ഓർണമെന്റ്സ്
എന്നൊരു രീതിയിൽ പഠിച്ചു വയ്ക്കുക. സോ ഇത് എപ്പോഴും കുറച്ച് സെലിബ്രേഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, എപ്പോഴും സെലിബ്രേഷൻസ് ഫെസ്റ്റിവൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇനി മെയിനായിട്ട് ഗിഫ്റ്റ് ഗിവിങ്. ഓക്കെ, ഗിഫ്റ്റ് ഗിവിങ് ഈസ് വെരി ഗിഫ്റ്റിൻ്റെ ഒപ്പം തന്നെ ഗിഫ്റ്റ് ഗിവിങ് കോമൺ ആയിട്ട് കാണാം ഫ്രേസ് പോലെ. ഗിഫ്റ്റ് ഗിവിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് അണ്ടർ ദ ക്രിസ്മസ് ട്രീ. സോ അണ്ടർ ദ ക്രിസ്മസ് ട്രീസ് എന്ന് പകരം ഒത്തിരി നേറ്റീവ് സ്പീക്കേഴ്സ് പറഞ്ഞ അണ്ടർനീത്ത് ദ ക്രിസ്മസ് ട്രീ ഈസ് ഓഫൺ ദ പ്ലേസ് വർ പീപ്പിൾ പുട്ട് presents or keep presents wrapped in brightly colored paper and ribbons. ഓക്കെ, ഈ റാപ്പർ എന്ന് പറയുമ്പം ഇറ്റ്സ് ക്രിസ്മസ് തീംഡ് റാപ്പർ വിച്ച് ഈസ് എ ബ്രൈറ്റ്ലി കളേർഡ് ആൻഡ് ഇറ്റ്സ് കവേർഡ് വിത്ത് ഓർ റാപ്ഡ് വിത്ത് പേപ്പർ ആൻഡ് റിബൺസ്. Okay, in anticipations of Christmas days when they are all opened. Okay, so ഒരു expectation, anticipation എന്ന് വെച്ചാൽ expectation. Children look forward to opening them, and Christmas is often a chance for parents and relatives to spend a lot of money on buying things for young ones in their families. ഓക്കെ, ഈ ക്രിസ്മസ് എന്ന് പറയുമ്പം ഇപ്പം ഒരു കോമൺ ആയിട്ട് പോയിന്റും ആണ്, അതുപോലെ തന്നെ ഒരു കംപ്ലൈൻ്റ് ആണ് ക്രിസ്മസ് കൊമേഴ്ഷ്യലൈസ്ഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ഡിസംബറിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും സെപ്റ്റംബർ മുതൽ ഈ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്ത് വരുന്നു. സെലിബ്രേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഷോപ്സിൽ ക്രിസ്മസ് കാർഡും അതുപോലെ തന്നെ ക്രിസ്മസ് ഐറ്റംസും വരും. സോ അതെന്ന് വെച്ചാൽ ഒരു 3-4 months മുമ്പേ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടൊരു, അതുപോലെ തന്നെ ഇവിടെ ഒരു കേരളത്തിലാണെങ്കിൽ ഒരു കുറച്ച് നാളാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ 25th ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അവിടെ മാസങ്ങളോടെ ഇതിൻ്റെ ആ ഒരു ഷോപ്പിങ്ങും റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഏകദേശം എൻ്റെ അറിവിൽ ബ്ലാക്ക് ഫ്രൈഡേയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്ലാക്ക് ഫ്രൈഡേയുടെ പിറ്റേന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ക്രിസ്മസ് വരെ കണ്ടിന്യൂ ചെയ്യുന്നൊരു സംഭവമാണ്. സോ വേറൊരു കൺസെപ്റ്റാണ് അഡ്വെൻറ്റ് കലണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 25 days 4 weeksലേക്കാണ് അഡ്വെൻറ്റ് കലണ്ടർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, അതായത് ഓരോരോ ദിവസം ഓരോരോ കലണ്ടർ ഓപ്പൺ ചെയ്യുക, മീൻസ് ഡേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണ്ടാണെങ്കിൽ അതിനകത്ത് ഫോട്ടോസ് പിക്ചേഴ്സ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പം ചോക്ലേറ്റ് അഡ്വെൻറ്റ് കലണ്ടേഴ്സ് വാങ്ങിക്കുവാണെങ്കിൽ അതായത് ഓരോ ദിവസം ഓപ്പൺ ചെയ്യുമ്പോഴും ചോക്ലേറ്റ്സ് കിട്ടും. ഓക്കെ, ഇതാണ് ചോക്ലേറ്റ് അഡ്വെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ അതുപോലെ തന്നെ ഒന്നാണ് വൈറ്റ് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്രിസ്മസ് എന്ന കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ സ്നോ കവേർഡ് ആയ കാര്യങ്ങളല്ലേ. അതായത് അത് എപ്പോഴും സ്നോ ഉള്ള സീസൺസ് അല്ല, മീൻസ് എപ്പോഴും പെയ്യണമെന്നില്ല. ഓക്കെ, സ്നോഫോൾ ഉണ്ടാവണമെന്നില്ല. സോ അപ്പം ആ ക്രിസ്മസ് എന്ന ടൈമിലാണ് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാലോ, ഒരു പിക്ചർ പെർഫെക്റ്റ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് കവേർഡ് ആയിരിക്കും. അതിനാണ് വൈറ്റ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ്, so another famous tradition connected to gift giving is the stocking. A large socks, usually a red color, which children hang up. See, phrasal word എന്ന് പറയുമ്പോൾ hang up ആണ് വരുന്നത്. In front of separate word ആണ്, 3 words ആണ്. In front of the fireplace in the living room. On Christmas Day, the children find that this stocking is full of gifts, and they believe that Santa ഈ ടി സൈലൻ്റ് ആയിട്ടും പറയും. കൂടുതൽ അങ്ങനെയാണ് നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ, സാന ക്ലോസ്. ഓക്കെ, അതായത് ഇപ്പോൾ സോങ്സിലൊക്കെ സാന ക്ലോസ് എന്നായിരിക്കും കേൾക്കുന്നത്. റൈഡിങ് ഓൺ എ സ്ലേ പുൾഡ് ബൈ reindeer has visited the house, entered the room through chimney and filled the stockings. സോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്റാ ക്ലോസ് ചിമ്മിനി വഴി വരും, അതുപോലെ തന്നെ ഗിഫ്റ്റ്സ് കൊടുക്കും. ഓക്കെ, സ്റ്റോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളർ സോക്സ് ഫയർ പ്ലേസിൻ്റെ മുകളിൽ വെക്കുന്നതിനാണ് പറയുന്നത് സ്റ്റോക്കിംഗ്. ഓക്കെ, ഇതിനകത്ത് ഇടുന്ന തിങ്സിനെ പറയും സ്റ്റോക്കിംഗ് സ്റ്റഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റോക്കിംഗ് സ്റ്റഫ് എന്ന് പറയുമ്പോൾ സ്മോൾ ചോക്ലേറ്റ്സോ ഗിഫ്റ്റ് കാർഡ്സോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ചെറിയ സോക്സിനകത്ത് കൊള്ളുന്നതും ഇത്. ഓക്കെ, നൗ ഫുൾ ഓഫ് ഗിഫ്റ്റ്സ്. അപ്പം ചിൽഡ്രൻ എപ്പോഴും ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇത് ജീവിക്കുന്നത്, മീൻസ് അവർ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പീപ്പിൾ ടെൻഡ് ടു ഈറ്റ്
tend to eat very rich foods over the Christmas period. Over the Christmas period, rich foods. Okay. And eating and drinking are very important parts of the customs at this time of year. Now, so any Christmas day in a families usually get together. So usually get together for a large meal. So it is small a large meal. The main course of which is usually turkey. Main course എന്ന് പറയുമ്പോൾ turkey served with potatoes and variety of vegetables. അതായത് ക്രിസ്മസിൻ്റെ സമയത്ത് അതായത് ആൽക്കഹോളും ക്യാരറ്റ്സും വെച്ച് കൊടുക്കാറുണ്ട്. ക്യാരറ്റ്സ് എന്ന് പറയുമ്പം ഈ റെയിൻഡിയറിന് വേണ്ടിയിട്ട് ഓക്കെ. ലിക്കർ എന്ന് വെച്ചാൽ ആൽക്കഹോൾ എന്ന് പറയുമ്പം സാന്റാക്ലോസിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അത് ചിമ്മിനിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഫയർ പ്ലേസിൻ്റെ അടുത്ത് വെക്കും. ഓക്കെ, ദിസ് ഈസ് ഓഫൺ ഫോളോഡ് ബൈ എ ലാർജ് സ്വീറ്റ് പുഡിംഗ് മെയ്ഡ് ഓഫ് ഫ്രൂട്ട് ആൻഡ് ലോട്ട് ഓഫ് ഷുഗർ. സോ അതിന് ശേഷം സെർവ് ചെയ്യുന്നത്, അതായത് ടർക്കി എല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ടർക്കി ആൻഡ് ഇറ്റ്സ് ട്രിമ്മിങ് എന്നാണ് പറയുന്നത്. അത് വെജിറ്റബിൾസിൻ്റെ ട്രിമ്മിങ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, this is often followed by large sweet pudding made of fruit and a lot of sugars. അതിനെയാണ് പറയുന്നത് ക്രിസ്മസ് പുഡിംഗ്. സോ and in the afternoon or evening people may eat mince pies. ഓക്കെ, വേറെ ഒന്നാണ് പിഗ്സ് ഇൻ ദ ബ്ലാങ്കറ്റ്, ഒരു ഫുഡ് ഐറ്റമാണ്. ഈറ്റ് മീൻസ് സ്പൈസ് ആൻഡ് ഡ്രിങ്ക് ഹോട്ട് മുൾഡ് വൈൻ കുടിക്കും. ഓഫ് കോഴ്സ് മെനി പീപ്പിൾ ഈറ്റ് ടു മച്ച് ഓൺ ക്രിസ്മസ് ഡേയ്സ് ആൻഡ് ഓൾ ഓവർ ദ ഹോളിഡേ പീരിയഡ്. സോ ക്രിസ്മസ് ടൈമിൽ അല്ലെങ്കിൽ ഓൾ ഓവർ ദ ഹോളിഡേ പീരിയഡ് ആൻഡ് ക്വൈറ്റ് ഓഫൻ ദേ ബിഗിൻ ദ ന്യൂ ഇയർ ബൈ പ്രോമിസിങ് അല്ലെങ്കിൽ റെസൊല്യൂഷൻ to go on a diet or planning to get much more exercise. Now, the Christmas holiday period is often a whole week in total. അതായത് whole week ഉണ്ടാവും. മീൻസ് യൂഷ്വലി സ്റ്റാർട്ട് ഓൺ ക്രിസ്മസ് ഈവ്, അതായത് 24th ക്രിസ്മസ് ഈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിസ്മസ് ഈവ്, അതായത് December 24th. ഹോൾ വീക്ക് ഈ പ്രോഗ്രാംസ് ഉണ്ടാവും. വെൻ പീപ്പിൾ മേ ഫിനിഷ് വർക്ക് early and go to parties where they will meet friends or family. Next, music is important at these parties. ഇത് കാംബ്രിഡ്ജിൻ്റെ ഒരു പാസേജ് ആണ്. ഓക്കെ, സോ അതിൻ്റെ വൊക്കാബുലറീസ് ഒക്കെയാണ്, കുറച്ചും കൂടെ നല്ല വൊക്കാബുലറീസ് ആയിരിക്കും. മ്യൂസിക് ഈസ് ഇമ്പോർട്ടൻറ്റ് അറ്റ് ദീസ് പാർട്ടീസ്. ഇതേപോലത്തെ പാർട്ടീസ്, അറ്റ് ദീസ് പാർട്ടീസ് സംടൈംസ് പീപ്പിൾ സിംഗ് ട്രഡീഷണൽ കരോൾസ്. People sing traditional carols which tend to be older traditional songs about Christmas, or they may prefer to listen and sing along to more modern Christmas pop songs which are now becoming a very important part of Christmas customs. So traditional carols അതെന്ന് വെച്ചാൽ ഓരോ വീട്ടിലേക്ക് പോയിട്ട് പാടും. ഓക്കെ, ട്രഡീഷണൽ carols. ഓക്കെ, ഓൾഡർ സോങ്സ് ആയിരിക്കും പാടുന്നത്. സോ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അഡൽട്ട്സും പോവാം. പ്രിഫർ ടു ലിസൺ ആൻഡ് സിങ് അലോങ് ടു മോർ. നൗ ക്രിസ്മസ് ഡേ ഇറ്റ് സെൽഫ് ഇസ് മോസ്റ്റ്ലി സ്പെൻഡ് പാസ്റ്റ് ടെൻസ് ആണ്, ടി ആണ്, വിത്ത് ദ ഫാമിലി ആൻഡ് പീപ്പിൾ ഡു നോട്ട് ടെൻഡ് ടു ഗോ ഔട്ട്. They do not tend to go out as there is not usually any public transport and the shops are closed. ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പബ്ലിക് ട്രാൻസ്പോർട്ടോ അല്ലെങ്കിൽ ഷോപ്സ് ആർ ക്ലോസ്ഡ്. ഓക്കെ, സോ മോസ്റ്റ്ലി ദേ സെലിബ്രേറ്റ് ഇൻസൈഡ് ദ ഹൗസ്. ദ ഫോളോയിങ് ഡേ ഈസ് കോൾഡ് ബോക്സിംഗ് ഡേ. സോ ഈ ബോക്സിംഗ് ഡേയുടെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സിംഗ് ഡേ അതായത് അവരുടെ എംപ്ലോയേഴ്സിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ഓഫ് ബോക്സസ് ഓഫ് ഗിഫ്റ്റ്സ്. ഓക്കെ, അതിനെയാണ് ബോക്സിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അതൊരു സിസ്റ്റം ഒന്നുമില്ല. ഇപ്പോൾ പൊതുവേ ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഭക്ഷണം ഡൈൻ ഔട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് പോകുന്നത്. ഓക്കെ, വിച്ച് വാസ് ട്രഡീഷണലി എ ഡേ ഫോർ വിസിറ്റിംഗ് നൈബേഴ്സ് ആൻഡ് റിലേറ്റീവ്സ്. സോ നൈബേഴ്സിനെ റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യും. ബട്ട് ഇറ്റ് ബിക്കം ഇൻക്രീസ്ലി കോമൺ ഫോർ ദിസ് ടു ബി എ ഷോപ്പിംഗ് ഡേ ആൻഡ് ഇൻ ദ UK, ആൻഡ് ആസ് മെനി ഓഫ് ദ ഷോപ്സ് ഓപ്പൺ ആൻഡ് ഹാവ് സെയിൽസ് സ്റ്റാർട്ടിംഗ് ഓൺ ബോക്സിംഗ് ഡേ. സോ ബോക്സിംഗ് ഡേയുടെ കാര്യം ഒന്ന് ജസ്റ്റ് കൺഫേം. ഓക്കെ, ഓൺ ബോക്സിംഗ് ഡേ.
ഓക്കെ, മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ഫ്രൈഡേയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഓക്കെ, അത് ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് ഫ്രൈഡേക്ക് ശേഷം ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസും അതിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബോക്സിംഗ് ഡേ. അത് 26th വരും. ക്രിസ്മസ് ഡേ കഴിഞ്ഞ് 24th ക്രിസ്മസ് ഈവ്, 25th ക്രിസ്മസ് ഡേ, 26 ബോക്സിംഗ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യും. Now, many people have the whole week between Christmas Day and New Year as holiday, and New Year's Day itself is also a public holiday when most shops and services in the UK. So it's like anywhere in the it's are closed. They are അതായത് ഷോപ്സും സർവീസസ് ആർ ക്ലോസ്ഡ്, ഈസ് ക്ലോസ്ഡ് എന്ന് വരില്ല, കാരണം ഷോപ്സും സർവീസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർ ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ താങ്ക് യു ഓൾ.